സഭയ്ക്കു വേണ്ടിയുള്ള തന്റെ കഷ്ടപ്പാടുകളിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടാണ് പൗലോസ് ആരംഭിക്കുന്നത്. ഒരു ശുശ്രൂഷകൻ എന്ന നിലയിലുള്ള തന്റെ പങ്ക് ദൈവത്തിൽ നിന്നുള്ള ഒരു ദൈവിക നിയോഗമാണെന്ന് അദ്ദേഹം ഊന്നിപ്പറയുന്നു. അത് ദൈവവചനം പൂർണ്ണമായി അറിയിക്കാൻ നൽകപ്പെട്ടു. കാലങ്ങളായി മറഞ്ഞിരുന്നതും എന്നാൽ ഇപ്പോൾ വിശുദ്ധന്മാർക്ക് വെളിപ്പെടുത്തിയതുമായ രഹസ്യം പോൾ വെളിപ്പെടുത്തുന്നു. ഈ രഹസ്യം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളതുതന്നെ. പൗലോസിന്റെ ദൗത്യം ക്രിസ്തുവിനെ പ്രഘോഷിക്കുക, ക്രിസ്തുവിൽ പക്വതയുള്ളവരായി അവതരിപ്പിക്കാൻ എല്ലാവരെയും ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് തന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ വ്യാപാരശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. വിശ്വാസികളുടെ ആത്മീയ വളർച്ചയോടുള്ള പൗലോസിന്റെ അഗാധമായ പ്രതിബദ്ധതയും സഭയ്ക്കുവേണ്ടി തന്റെ അധ്വാനം നിർവഹിക്കാനുള്ള ക്രിസ്തുവിന്റെ ശക്തിയിൽ അവൻ ആശ്രയിക്കുന്നതും ഈ ഭാഗം എടുത്തുകാണിക്കുന്നു. വെല്ലുവിളികൾക്കിടയിലും സന്തോഷത്തോടും ലക്ഷ്യത്തോടും കൂടി ദൈവരാജ്യത്തിനായി നമുക്കും എങ്ങനെ പ്രവർത്തിക്കാം എന്നതിന്റെ പ്രചോദനാത്മകമായ ഓർമ്മപ്പെടുത്തലാണിത്. കൂടുതൽ വീഡിയോകൾ കാണാൻ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.